ഞാൻ ദീർഘമായിട്ട് സംസാരിക്കാൻ എനിക്ക് കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇന്ന് പുറപ്പെട്ടത്. കാരണം മുഖ്യമന്ത്രി ആദ്യം പ്രസംഗിച്ച് പോകും, പിന്നെ എൻ്റെ ഉഴവാണ് കുറച്ചധികം സംസാരിക്കാൻ പറ്റുമെന്ന്. പക്ഷെ മുഖ്യമന്ത്രി വെട്ടി. മുഖ്യമന്ത്രി പറഞ്ഞു, പിതാവ് ആദ്യം സംസാരിച്ചിട്ട് ഞാൻ സംസാരിക്കാമെന്ന്. ഈ അങ്കമാലിയുടെ ഒരു നക്ഷത്ര ശോഭയാണ് LF ഹോസ്പിറ്റലിൽ. ഇന്ന് അങ്കമാലി ഒരുപാട് വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒരു ഗ്രാമീണമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു പ്രദേശമായിരുന്നു. ഇപ്പോൾ എയർപോർട്ട് വന്നു, അങ്കമാലിക്ക് ഒരുപാട് വികസനം ഉണ്ടായി. ഈ LF ഹോസ്പിറ്റൽ ആരംഭിക്കാനായിട്ട് കാരണമാക്കിയത് മോൺസിഞ്ഞോർ ജോസഫ് പഞ്ഞിക്കാരനച്ഛൻ്റെ പാവങ്ങളോടുള്ള ഇഷ്ടവും അടുപ്പവും സഹാനുഭൂതിയുമാണ്. ഇവിടുത്തെ മനുഷ്യർക്ക് പലപ്പോഴും ആരോഗ്യ മേഖലയിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അദ്ദേഹം കണ്ടിട്ട് അദ്ദേഹം അതിനൊരു പ്രതിവിധി അന്വേഷിച്ചു. MSJ സിസ്റ്റേഴ്സിൻ്റെ സഹായം അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ ആരംഭിച്ചു. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലിസി ഹോസ്പിറ്റലിൻ്റെ പേട്രൺ ലിറ്റിൽ ഫ്ലവറാണ്. അങ്കമാലി ആസ്പത്രിയുടെയും പേട്രൺ ലിറ്റിൽ ഫ്ലവറാണ്. ഒരു കൊച്ചു വിശുദ്ധ, വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയ ഒരു ധീര ക്രൈസ്തവ സാക്ഷി. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, യേശുത്തമ്പുരാൻ നമ്മളെ ഏൽപ്പിച്ച 3 ദൗത്യങ്ങളാണുള്ളത്. ഒന്ന്, വിശ്വാസം എന്ന് പറയുന്നത് പ്രസംഗമല്ല, ജീവിത സാക്ഷ്യമാണ്. മദർ തെരേസയെ ഇൻ്റർവ്യൂ ചെയ്ത മെൽക്കം മക്ബ്രിഡ്ജ് ചോദിച്ചു, മദർ വാട്ട് ഷാൽ ഐ ഡു റൈറ്റ് അബൌട്ട് യു? മദർ വളരെ സുസ്മേരവതിയായിട്ട് പറഞ്ഞു, നത്തിങ് എക്സെപ്റ്റ് മൈ ബ്രദർ ഈസ് മൈ നൈബർ, ഈസ് നോട്ട് എ സ്ട്രേഞ്ചർ. ഞാൻ ഈ വഴികളിൽ നിന്നൊക്കെ എടുക്കുന്ന രോഗികളെ എനിക്ക് അന്യരോ പരദേശികളോ അല്ല, അതെൻ്റെ സഹോദരങ്ങളാണ്. LF ഹോസ്പിറ്റലിലെ അങ്കമാലിയിൽ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ശുശ്രൂഷ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക്, ഇവിടുത്തെ സാധുക്കളായിട്ടുള്ള മനുഷ്യർക്ക് ജാതി മതഭേദമന്യേ അവന് അഫോർഡബിളായിട്ടുള്ള ഒരു റേറ്റിൽ ആരോഗ്യ ശുശ്രൂഷ നൽകുന്നതിന് LF ഹോസ്പിറ്റലിൽ കാഴ്ചവെച്ചിട്ടുള്ള വലിയ ശുശ്രൂഷകൾ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത വിധത്തിൽ അത്ര വലുതാണ്. ഈ LF ഹോസ്പിറ്റലിൻ്റെ ഒരു വലിയ പ്രത്യേകത, ഇത് കണ്ണാസ്പത്രി ആയിട്ടാണ് പലരും ധരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കണ്ണ് മാറ്റിവെക്കുന്ന ഒരു ശസ്ത്രക്രിയ നടത്താൻ ദൈവം ഇടവരുത്തിയ ഒരിടമാണ് LF ഹോസ്പിറ്റല്. എത്രയോ വലിയ, ഞാൻ അതിൻ്റെ പശ്ചാത്തലത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ കണ്ണ് എന്ന് പറയുമ്പോൾ കാഴ്ചയല്ല, കാഴ്ചപ്പാടാണ്. ഈ കണ്ണ് നന്നായാൽ ബാക്കി എല്ലാം നന്നായി. ആരോഗ്യ മേഖലയിൽ സഭ ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് ഒരു കച്ചവട കണ്ണിനേക്കാൾ കൂടുതൽ അയൽക്കാരനോടുള്ള അടുപ്പത്തിൻ്റെ ഒരു ആരാധനയും ശുശ്രൂഷയുമാണ്. ലൂക്കായുടെ സുവിശേഷത്തിലെ 10-ാമത്തെ അധ്യായത്തിൽ കർത്താവ് നല്ല സമറായക്കാരൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം അത് ഉപസംഹരിച്ച ഒറ്റ വാചകത്തിലാണ്, നീയും പോയി അപ്രകാരം ചെയ്യുക, ഗോ ആൻഡ് ഡു ലൈക്ക് വൈസ്. 90 വർഷമെത്തിയ LF ഹോസ്പിറ്റല് ഈ സമൂഹത്തിൽ ചെയ്തിരിക്കുന്നത് ഈ നല്ല സമറായക്കാരൻ്റെ ശുശ്രൂഷ മാത്രമാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം
ആരോഗ്യ മേഖലയിലായതുകൊണ്ട് ഒരുപാട് പാവങ്ങൾക്ക് അത് അനുഗ്രഹമായിട്ട് മാറാൻ കാരണമായി. ഈ അനുഗ്രഹം തുടരുകയാണ്. LF-ൽ ഇപ്പോഴ് ധാരാളം പുതിയ എഡ്യൂക്കേഷണൽ പദ്ധതികളൊക്കെ വരുന്നുണ്ട്. അതെല്ലാം തന്നെ LF-നെ ഒരുപാട് വളർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എനിക്ക് എന്നും LF-നോട് തോന്നിയിട്ടുള്ളൊരു ഇഷ്ടമുണ്ട്. കാശില്ലാത്തവൻ്റെ കയ്യിൽ, പോക്കറ്റിൽ പണമില്ലാത്തവൻ്റെ കയ്യിൽ, ആരോഗ്യ പ്രതിസന്ധികളുടെ നടുവിൽ അവനാശ്രയിക്കാവുന്ന ഒരു അമ്മ തണലാണ് LF ഹോസ്പിറ്റല്. ഹോസ്പിറ്റല് അതിൻ്റെ 90 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഈ 90 വർഷങ്ങൾ കൊണ്ട് ആസ്പത്രി ഒരുപാട് വളർന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഒരുപാട് ഈ ഹോസ്പിറ്റൽ വളർന്നിട്ടുണ്ട്. പക്ഷേ ഈ ഹോസ്പിറ്റല് വളരേണ്ടിടത്തോളം വളരാൻ ഇടയായിട്ടില്ല. അതിൻ്റെ കാരണം കച്ചവടക്കണ്ണില്ലാതെ ഈ സ്ഥാപനം മുന്നോട്ട് നടത്തുന്നതിൽ ഇതിൻ്റെ ശില്പികൾ പുലർത്തിയിട്ടുള്ള ഒരു നിസ്വാർത്ഥമായിട്ടുള്ള പരസ്നേഹത്തിൻ്റെ നിലപാടാണ്. എന്നും പരസ്നേഹത്തിൻ്റെ നിലപാട്. കാശില്ലാത്ത ആർക്കും കയറി വരാവുന്ന ഒരിടമായിട്ട് LF ഹോസ്പിറ്റലിൽ തീർന്നിട്ടുണ്ട്. ഇവിടെ വരുന്നവനോട് കാശുണ്ടോ എന്ന് ചോദിച്ചിട്ടല്ല അവന് അഡ്മിഷൻ കൊടുക്കുന്നത്. ഈ നിലപാട് ഈ 90 വർഷങ്ങൾ തുടർന്നു. ഇനിയും എനിക്ക് LF-നോട് പറയാനുള്ളത്, നിങ്ങളുടെ വ്യക്തിമുദ്ര, യുവർ ഐഡൻറ്റിറ്റി മാർക്ക് ഈസ് യുവർ നിയർനെസ് ആൻഡ് യുവർ ക്ലോസ്നെസ് ടു ദ poor, to the sick, to the disabled. ഈ സമൂഹത്തിൽ ആർക്കും ആവശ്യമില്ലാത്തവരോട് നിങ്ങൾ കാണിക്കുന്ന അടുപ്പമാണ്. ഞാൻ വിചാരിക്കുകയായിരുന്നു, ഈ സദസ്സ് ഇതുപോലെ നിറയാൻ കാരണം നമ്മുടെ ആരുടെയും സ്വാധീനം കൊണ്ടല്ല. ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തർക്കും ഇവിടുത്തെ പേഷ്യൻസ്, സത്യമാണത്, ആർക്കും കയറി വരാവുന്ന ഒരിടമാക്കി ഈ സ്ഥാപനം വളർത്തി. ഇവിടെ ജാതിയോ മതമോ ഒന്നുമില്ല. പണവും ഒരു ഇഷ്യൂ അല്ല. ഞാൻ പറയും, ഈ ഹോസ്പിറ്റല് കണ്ണിൻ്റെ നേത്രമേഖലയിൽ നടത്തിയ വലിയ ഒരു ശുശ്രൂഷയുണ്ട്. കണ്ണില്ലാത്തവർക്ക് കാഴ്ച കൊടുക്കുന്ന ഒരു ശുശ്രൂഷ, യേശു തമ്പുരാൻ്റെ വലിയ ശുശ്രൂഷയാണ്. ഞാൻ പറയും, ഈ കണ്ണിൻ്റെ കാഴ്ചയിൽ നിന്ന് സഹോദരനെ കാണാനുള്ള കാഴ്ചപ്പാടിലേക്ക് ഈ LF നടത്തിയ തീർത്ഥാടനത്തിൻ്റെ 90ാമത്തെ വർഷമാണ് നമ്മളിന്ന് ആഘോഷിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ ഈ നിറഞ്ഞ സദസ്സ്, ഇവിടെ പ്രൗഢഗംഭീരമായിട്ടുള്ള സ്റ്റേജ്, എല്ലാവരോടുമുള്ള അതിരൂപതയ്ക്കുള്ള കടപ്പാട്, സഭയ്ക്കുള്ള വലിയ അടുപ്പം ഞാൻ ഒരിക്കൽ കൂടെ ഏറ്റുപറഞ്ഞുകൊണ്ട്, നിങ്ങൾ തുടർന്നും കരം തരണം, കരുത്തു പകരണം. ഞങ്ങളുടെ വഴികളിൽ വെളിച്ചമായിട്ട് നിങ്ങൾ നക്ഷത്രശോഭയിലെ പൂജരാജാക്കന്മാർ ബെത്ലഹേമിലേക്ക് നയിക്കാൻ കാരണമായ നക്ഷത്ര വിളക്ക് പോലെ ഇവിടുത്തെ ജനപ്രതിനിധികൾ നക്ഷത്രശോഭയിലെ ഞങ്ങളെ നയിക്കാൻ ഇടവരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.